അബ്രോഡ് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏജൻസികളെ ചൂസ് ചെയ്യുക എന്നുള്ളത്. കാരണം അബ്രോഡുള്ള പല യൂണിവേഴ്സിറ്റികളും ഏജൻസി ത്രൂ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഏജൻസി, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഏജൻസി ത്രൂ മാത്രമേ നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ആ ഏജൻസികളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവർ കൃത്യമായിട്ട് നമുക്കൊരു യൂണിവേഴ്സിറ്റി എടുക്കാൻ വേണ്ടി കൗൺസിൽ ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഭൂരിഭാഗം സമയത്തും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്രോഡ് പോകാൻ ആഗ്രഹിക്കേണ്ട കുട്ടികൾ എന്തെന്ന് വെച്ചാൽ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഏജൻസിനെ കോൺടാക്ട്, അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവിൽ നിന്നൊക്കെ പോയേക്കണ ആരെങ്കിലും അബ്രോഡ് പോയിട്ടുണ്ടാവും. അപ്പൊ അവർ പോയേക്കണ ഏജൻസിയോ അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരോടോ ചോദിക്കും. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏജൻസികൾ അല്ലെങ്കിൽ ഈ കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ച് മാത്രമേ അവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. ഏജൻസികളാണെങ്കിൽ അവർ ഓൾറെഡി ടൈപ്പ് ചെയ്തേക്കുന്ന കുറച്ച് രാജ്യങ്ങളും കുറച്ച് യൂണിവേഴ്സിറ്റികളും ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് മാത്രമേ അവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവർ അതിനെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. എനിക്ക് ഇത് യൂണിവേഴ്സിറ്റി നല്ലതാണ്, ഇത് എടുത്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്ത് തരും ചെയ്യും. എന്നാലും നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷനുകളൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഏജൻസിക്ക് നിങ്ങളെ റിക്വയർമെന്റ്, നിങ്ങളെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് കൗൺസിൽ ചെയ്ത് തരാൻ പറ്റുന്നുണ്ട്. പല രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരാൻ പറ്റുന്നുണ്ട്, അതിനുള്ള നോളജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളെ കുറിച്ചിട്ടും എല്ലാ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അത് വെച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ഉത്തരം തരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്. ഇതാണ് നിങ്ങൾ ഒരു ഏജൻസി യൂസ് ചെയ്യുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാറുള്ളത് നമ്മുടെ വീടിന്റെ അടുത്ത് ഓഫീസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ് ആണോ, അല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിച്ച ഫ്രണ്ട് പറഞ്ഞതാണോ എന്നുള്ളതൊക്കെയാണ്. ഇതിൽ നിന്ന് മറിച്ചിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഏത് രാജ്യത്താണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് കുട്ടികൾ അവിടെ എത്തുന്ന സമയത്ത് അവർ എയർപോർട്ട് പിക്കപ്പ് ചെയ്യണം, അതേപോലെ തന്നെ അവർ വരുന്ന സമയത്തുള്ള ഫുഡ് അറേഞ്ച് ചെയ്യണം, അവിടെയുള്ള ഹോസ്റ്റലോ അപ്പാർട്ട്മെന്റോ അറേഞ്ച് ചെയ്യണം, അതേപോലെ തന്നെ അവിടെയുള്ള മെസ് അറേഞ്ച് ചെയ്യണം, അതേപോലെ തന്നെ കുട്ടികൾ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം, അതേപോലെ തന്നെ പിന്നീട് വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിക്കുന്ന സമയത്ത് അതിനുള്ള അസിസ്റ്റൻസ് കൊടുക്കണം. അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു ടീം അവർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ടീം ഉണ്ടോ എന്നുള്ള വെരിഫൈയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് പേപ്പർ വർക്ക്, അഡ്മിഷൻ വർക്ക്, ഡോക്യുമെന്റ് ട്രാൻസ്ലേഷനും ലീഗലൈസേഷനും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യസമയത്ത് ഒരു ഏജൻസിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് സമയത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ടീം ഉണ്ടോ, അതുപോലെ തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് കൃത്യമായിട്ട് ഒരു ലോക്കൽ സപ്പോർട്ട് അവർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ആ രാജ്യത്തേക്ക് പോയേക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ മതി, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ചോദിച്ചാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. മൂന്നാമത്തെ ഒരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ കരിയർ സപ്പോർട്ട് എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നോളജുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ US പോകണം, അല്ലെങ്കിൽ UK പോകണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകണം, അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് പോകണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പൈപ്പ് ലൈൻ എങ്ങനെയാണ്, ആ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് ബെനിഫിറ്റ് ഉണ്ടോ, ഇങ്ങനെ നിങ്ങളെ കരിയർ കൗൺസിൽ ചെയ്ത് തരാൻ പറ്റുന്ന ആളുകളാണോ അവർ, അതിനുള്ള നോളജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. കാരണം ഇപ്പൊ നമ്മളെ യൂട്യൂബിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് അവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കോലത്തിലുള്ള അറിവുള്ള ആൾക്കാരാണോ എന്നുള്ളത്. അപ്പൊ അതുകൂടെ നിങ്ങൾ ഒരു ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് വെരിഫൈ ചെയ്യണം. ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏജൻസിയുടെ ട്രാൻസ്പെറൻസിയാണ്. അതായത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് സ്ട്രക്ചർ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഫീസ് സ്ട്രക്ചർ ഏജൻസി അയച്ചു തരുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് എല്ലാ ഫീസുകളും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പല സമയത്തും ഞാൻ കാണാറുള്ളത് പല ഏജൻസികളും പകുതി കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ, പകുതി ഹൈഡ് ചെയ്ത് വെക്കും. അതായത് പല സാധനങ്ങളും അതിൽ ഉണ്ടാവില്ല. അതായത് ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് 20 ലക്ഷം രൂപക്ക് 25 ലക്ഷം രൂപക്ക് ജോർജിയയിൽ പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രോമിസുകളും കൊടുക്കുന്നത്. അപ്പൊ 25 ലക്ഷം രൂപക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ജോർജിയയിൽ പഠിക്കുക? ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ പറ്റില്ല. ജോർജിയയിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് $4,500 അത് തന്നെ 6 വർഷത്തേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര പൈസയായി? അത് തന്നെ 25 ലക്ഷത്തിന്റെ അടുത്തായി. പിന്നെ എങ്ങനെയാണ് നമുക്ക് 20 ലക്ഷത്തിന് ജോർജിയയിൽ പഠിച്ചിറങ്ങാൻ പറ്റുക? അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളും ഫീസ് സ്ട്രക്ചറിൽ കാണിക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ട്രാൻസ്പെറൻസി നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിന്റെ മറ്റൊരു ഭാഗമാണ് നാളെ ഫീസ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അടക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ജോർജിയയിലൊക്കെ ഞാൻ പൊതുവെ കേട്ടൊരു കാര്യമാണ് ഫീസ് ഏജൻസിയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ട് അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് അടക്കാതിരിക്കുന്നു എന്നുള്ളത്. ആ പൈസയും കൊണ്ട് അവർ മുങ്ങുന്നു എന്നുള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷത്തെ ഫീസും കൊണ്ട് അവർ മുങ്ങും. അതുകൊണ്ട് തന്നെ ജോർജിയയിലൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ ഡയറക്റ്റ് അക്കൗണ്ടിൽ തന്നെയാണോ ഫീസ് അവർ വാങ്ങണത് എന്നുള്ളത്. അപ്പൊ ഈ ട്രാൻസ്പെറൻസിയൊക്കെ നിങ്ങൾ
പോകുന്നതിന്റെ മുന്നേ തന്നെ ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിന്റെ അടുത്താണ്, ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടുപോയി ഒരുപാട് കുട്ടികളെ കണ്ടതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നത്. അഞ്ചാമത്തെ കാര്യമാണ് പ്രോപ്പർ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത്. അതായത് യൂറോപ്പിലേക്കൊക്കെ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ്ലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസ റിജക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന, പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റുന്ന, അതിനുള്ള നോളജ് ഉള്ള ആളുകളാണ്, മുന്നേ കുട്ടികളെ വിട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ഉള്ള ആളുകളാണ് എന്നുള്ളത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ലിയർ ആക്കണം. അതായത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ട് ക്ലിയർ ആക്കണം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അഡ്മിഷൻ പ്രോസസ്സിൽ അവർക്ക് നല്ലൊരു ടീം അവിടെ ഉണ്ട്. അതുപോലെ അഡ്മിഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് കൃത്യസമയത്ത് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഏജൻസി ആണെന്നുള്ളത് നിങ്ങൾ അത് വെരിഫൈ ചെയ്യണം. ആറാമത്തെ കാര്യമാണ് ഫേക്ക് പ്രോമിസസ്. അതായത് പല ഏജൻസികളും ഫേക്ക് ആയിട്ടുള്ള പല പ്രോമിസുകളും കൊടുക്കാറുണ്ട്. അതായത് 100% യൂറോപ്പിലേക്കുള്ള പ്ലേസ്മെന്റ്. എങ്ങനെയാണ് യൂറോപ്പിലേക്ക് 100% പ്ലേസ്മെന്റ് കൊടുക്കുക? ഓരോ രാജ്യത്തിനും ലൈസൻസിങ് എക്സാം ഇല്ലേ? ഈ എക്സാം ക്ലിയർ ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റുമോ? ഓരോ രാജ്യത്തിനും ലാംഗ്വേജ് എക്സാം ഇല്ലേ? ഈ ലാംഗ്വേജ് എക്സാം ക്ലിയർ ചെയ്യാതെ പോകാൻ പറ്റുമോ? ഒരിക്കലും 100% പ്ലേസ്മെന്റ് ഒരു ഏജൻസിക്കും ശരിക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല യൂറോപ്പിൽ. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെച്ചേക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫീ മുഴുവൻ റീഫണ്ട് ചെയ്യുന്നുള്ളത്. എങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് MBBS തരാൻ പറ്റുക? ഓരോ രാജ്യത്തിനും ലൈസൻസിങ് എക്സാമും അതുപോലെ തന്നെ അതുപോലുള്ള ക്രൈറ്റീരിയകളും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോമിസുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ ആ ഏജൻസിയിൽ നിന്ന് മാറിക്കോളും. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളത്, കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ പത്രത്തിൽ കണ്ട ഒരു ഏജൻസി ഇല്ലേ, അതായത് കുട്ടികളോട് ഫൈനൽ ഇയർ ഫീസ് ഇല്ല, അതേപോലെ തന്നെ ഓരോ വർഷവും ഫീസ് കുറഞ്ഞു വരുന്നു എന്നുള്ള രീതിയിൽ ടോട്ടൽ ബഡ്ജറ്റ് കുറച്ച്, അതായത് 40 ലക്ഷം രൂപ ബഡ്ജറ്റുള്ളവർക്ക് 20 ലക്ഷം ആവുള്ളൂ, ഫൈനൽ ഇയർ ഫീസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾ നമ്മളെയും കോൺടാക്ട് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താണ്, ജോർജിയയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിലും ഫൈനൽ ഇയർ ഫീസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഓരോ വർഷവും മാറി 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 ഡിഫറെന്റ് ഫീസൊന്നും നിങ്ങൾക്ക് തരൂല. അങ്ങനെയൊക്കെ തരുന്നുണ്ട്, അത് ഫേക്ക് ആണ് എന്നുള്ളത്. എന്നിട്ടും ഫീസ് കുറച്ച് കിട്ടും എന്നുള്ളത് കൊണ്ട് അവർ ആ ഏജൻസി ത്രൂ പോയി അവസാനം അവിടെ പോയി പെട്ടുപോയി. കാരണം എന്താ വെച്ചാൽ ഫീസ് അങ്ങനെയല്ല. അപ്പൊ ഇതുപോലുള്ള ഫേക്ക് പ്രോമിസസ് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടുന്ന് മാറിക്കൊള്ളുക. കാരണം മുന്നോട്ടേക്ക് നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾ ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അവസാനമായിട്ട് ഒരു ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ക്രെഡിബിലിറ്റിയാണ്. അതായത് ഇതുവരെ അവർ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ? കുട്ടികളെല്ലാവരും കൃത്യമായിട്ട് അവിടെ എത്തിയിട്ടുണ്ടോ? എത്തിയ സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അവരുടെ അപ്പാർട്ട്മെന്റ് റെഡി ആയിരുന്നോ? അവരുടെ ഫുഡ് റെഡി ആയിരുന്നോ? അതേപോലെ തന്നെ അവിടെ ലോക്കലി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഏജൻസി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ലോക്കലി ആ രാജ്യത്ത് എത്തുന്ന സമയത്ത് അവിടെ ചെയ്തു കൊടുക്കാനുള്ള ആളുകൾ അവർക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും പൊതുവെ നോക്കാറുള്ളത് നാട്ടിൽ ഓഫീസ് ഉണ്ടോ, നമ്മളെ ഫ്രണ്ട് ആണോ എന്നൊക്കെയാണ്. എന്നാൽ ഈ ഫ്രണ്ടിന് ചിലപ്പോൾ ആ യൂണിവേഴ്സിറ്റി ആയിട്ട്, ആ കൺട്രി ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ആ കൺട്രിനെ കുറിച്ച് ഒരു കുന്തും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ മറ്റൊരു രാജ്യത്തേക്കാണ് വിടുന്നത്. അവർക്ക് അവിടുത്തെ ഭാഷയോ അവിടുത്തെ സിസ്റ്റമോ ഒന്നും അറിയാത്ത കുട്ടികളാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവിടെ അവർക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഈ ഏജൻസിക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഏജൻസികൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അതായത് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ തരുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യത്തിന് അസിസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു റെസ്പോൺസ് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടോ? പല ഏജൻസികളും സംഭവിക്കാറുള്ളത് പോകുന്ന സമയത്ത് പോകുന്നത് വരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും, എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് ക്രെഡിബിൾ ആയിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്ന, സെക്കൻഡ് ഇയർ ആണെങ്കിലും തേർഡ് ഇയർ ആണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ തരുന്ന ഏജൻസി ആണോ എന്നുള്ളത് കൂടെ നിങ്ങൾ വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പല കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന സമയത്ത് ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. പൊതുവെ നമ്മൾ ഒരുപാട് ഏജൻസികളിൽ ഈ ഒരു കാര്യം കാണുന്നതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിന്റെ ഫീസ് സ്ട്രക്ചർ വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. എന്നുള്ളതൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫീസ് സ്ട്രക്ചർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി വെരിഫൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് തരാം. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്? ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല? എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്? അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം, അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ തേർഡ് ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.